എല്ലാവരും കുറേ ആയി പറയുന്നു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നായിട്ടൊരു അവസരം കിട്ടിയത്, അതുകൊണ്ട് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നതാണ്. ഇനി നമുക്ക് അടുക്കളയിൽ പോകണം. അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കണം. അതിന് മുമ്പിട്ട് ഒന്ന് പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയാവാം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സച്ചിനേട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. ഒരു കല്യാണത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അപ്പോൾ ഏട്ടൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ചായ ഉണ്ടാക്കി കൊടുക്കണം. വീട്ടിൽ തന്നെ ആയതുകൊണ്ട് വലിയ മേക്കപ്പ് ഒന്നും വേണ്ട. ഞാനിങ്ങനെയൊക്കെ കേട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പൊട്ടും കണ്ണയിടാനും പൊട്ടും ഇടാനൊക്കെ ഒരൊറ്റ സംഭവമാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ സിന്ദൂരം തൊടുന്നത് ഏത് കൈ കൊണ്ടാണെന്നാണ് പറഞ്ഞത്? എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോൾ എന്തായാലും ഈ കൈ കൊണ്ട് തൊടുക കേട്ടോ. കുളിച്ചിറങ്ങുമ്പോൾ തന്നെ ചൂടെടുക്കുന്നുണ്ട്. എന്ത് ചൂടല്ലേ, എപ്പോഴാണോ മഴ പെയ്യും. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോവാം. പുട്ടുപൊടി കുറച്ചേ ഉള്ളൂ, ഒരു പുട്ട് ഇടാനുള്ള പൊടിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഗോതമ്പും പുട്ടുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് അടിച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. സച്ചിനേട്ടന് ഗോതമ്പ് ഇഷ്ടമല്ല, എന്നാലും പറയാതെ നമുക്ക് ചുട്ട് കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ പറയട്ടെ. ആ ഗോതമ്പിൻ്റെ ചവർപ്പ് ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുട്ട ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എല്ലാവരും ഇങ്ങനെ ചേർക്കലുണ്ടോയെന്ന് അറിയില്ല. എന്താണെങ്കിൽ ഇതൊന്ന് കൊണ്ടു കൊടുത്ത് വെക്കാം. മുട്ട ദോശ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കാം പാവത്തിന്. എന്തെന്നല്ല, ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യലായിട്ട് കഴിച്ചു നോക്ക്. എന്നാ സംഭവം? കോഴിമുട്ട കോഴിമുട്ട ദോശ. അതാ രസം. എനക്ക് കൂടുതൽ, എനിക്ക് കുറവ്. എനിക്ക് കൂടുതൽ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് സച്ചിനേട്ടൻ പോയിട്ടോ. അച്ഛനും സച്ചിനേട്ടനും കല്യാണത്തിന് പോയി. ഇപ്പം എൻ്റെ ഒരു ശീലമാണ് ഒരു 11 മണിക്ക് ചോറ് കഴിക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള സംഭവമൊക്കെ ഇപ്പം തന്നെ സെറ്റ് ചെയ്താലേ വിശക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് കിച്ചണിൽ കയറണം. അമ്മേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് TV കാണാം കേട്ടോ. ഇനി നമുക്ക് പോയിട്ട് ചോറിന് വേണ്ടതൊക്കെ ഉണ്ടാക്കാം. വാതിലടയ്ക്കാം. അമ്മ ഇത് കാണല്ലേ. ഇനി എൻ്റെ ഡൗട്ട് എന്താ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കട്ടെ. എന്തായാലും ഒരു ഉപ്പേരി വേണം, ചമ്മന്തി വേണം. മീൻ ഞാൻ മസാല തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇന്നലെ, അപ്പം അത് പൊരിക്കുകയും ചെയ്യാം. പിന്നെ അമ്മ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അമ്മയ്ക്ക് വേണ്ട ചക്കക്കുരും മുരിങ്ങാക്കായും ഒക്കെ ഇട്ടിട്ട് തേങ്ങ അരക്കാത്ത കറി കേട്ടോ. ഇതാകുമ്പോൾ ഞാനും കൂട്ടും. എനിക്ക് തേങ്ങ അരച്ച കറി ഇഷ്ടമല്ല, അതുകൊണ്ട് ഇക്കറി എനിക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ചമ്മന്തി വേണമെന്നറിയില്ല, മീനും ഉപ്പേരിയും മതി. അതിൽ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വെണ്ട കേട്ടോ. ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ഉണ്ട്. ഇന്ന് വെണ്ട ഉപ്പേരി കൂട്ടാനാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് വെണ്ട ഉപ്പേരി ഉണ്ടാക്കാം. ഞാനിപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, നമ്മൾ വെണ്ട കട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് മീനൊന്ന് പൊരിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് വെണ്ട കട്ട് ചെയ്തിട്ട് ചോറ് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം മീൻ പൊരിക്കാം. അയ്യോ, മീൻ ഐസായി. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പേരി തന്നെ ഉണ്ടാക്കാം. ഇതൊന്ന് തണുത്തോട്ടെ, അല്ല തണുപ്പ് മാറിക്കോട്ടെ. സത്യത്തിൽ മീൻ പെട്ടെന്ന് എടുത്ത് പൊരിച്ചിട്ട് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചാണ്. ഇതിപ്പോഴും കുറച്ച് ഐസായിട്ട് വെക്കുക കേട്ടോ. ഇന്നലെ രാത്രി സച്ചിനേട്ടൻ മീൻ കൊണ്ടു തന്നതാട്ടോ. പക്ഷേ എന്ത് ചെയ്തു, മസാല പുരട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതെടുത്ത് ഫ്രീസറിനകത്ത് വെച്ചു. ബുദ്ധിമാനായ എൻ്റെ ഹസ്ബൻഡ്. അതുകൊണ്ട് ആദ്യം ഉപ്പേരി ഉണ്ടാക്കാതെ വേറെ വഴിയൊന്നുമില്ല.
നമ്മളെ ഇപ്പം എല്ലാം സെറ്റ് ചെയ്ത് അടുപ്പത്ത് വെച്ചാണ്. ഇനി നമുക്ക് കുറച്ചൊരു സ്പൂൺ തൈരൂടെ ചേർക്കാം. ഇതിങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാനാണ്. ഇനി എന്തായാലും വേറെ പണിയൊന്നുമില്ല. ഇതിൽ അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഉപ്പേരിയായി. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അല്ല, ഗ്യാസ് ഓഫ് ചെയ്യണ്ട. നമുക്ക് പാന് വെച്ച് കൊടുക്കാം, പൊരിച്ചെടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ മീനും റെഡിയാട്ടോ. പിന്നെ ചോറ് ഓൾറെഡി റെഡിയാണ്. അതിനകത്തുണ്ട് ചോറ്. ഇന്ന് ഒരുപാട് ഞാൻ ലേറ്റായി വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് തല കറങ്ങുന്നുണ്ട് വിശന്നിട്ട്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് ചോറുന്നു. എൻ്റെ ചോറ് കറിയുണ്ട്, തോരൻ, പപ്പടം, മീൻ പൊരിച്ചത്. ഇനി ഇത് കഴിച്ചിട്ട് വരാം. അങ്ങനെ ചോറൊക്കെ തിന്നു. കുറേ വിശന്ന് തിന്നുകൊണ്ട് തളർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് കാണാം. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ട്. ബീൻ ബാഗിൽ നിറയ്ക്കാനുള്ള മറ്റേ ആ സ്പോഞ്ചാട്ടോ. സച്ചിനായിട്ട് ഇപ്പോൾ വന്ന കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് ബാഗ് എവിടെയാണെന്ന് കാണുന്നില്ല, അത് നോക്കിയെടുക്കുക. കല്യാണം എങ്ങനെയുണ്ട്? കല്യാണം അടിപൊളി. പിന്നെ വൈറ്റ് അല്ലേ ഉണ്ടാവുക. ഹായ്, ഇവിടെ പോയിക്കല്ലോ കേട്ടോ. അകത്താക്കല്ല. അതാ പോയി. എന്ത് കാണിക്കാ? ഫാൻ ഓഫ് ആക്ക്. അല്ല, കുറച്ച് ഇങ്ങോട്ട് അടിക്കി. ഹായ്, തോയ്ക്കടെ. ഈ ബീൻ ബാഗ് നമ്മൾ ചതിച്ചു. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒന്ന് ഫില്ല് ചെയ്യണം എന്നുള്ള. പക്ഷേ ഇത് എന്താ പറയുക, ഫുള്ളായില്ല, പകുതി ആയിട്ടുള്ളൂ. ഇരിക്കാനൊന്നും പറ്റില്ല. എന്താ പറയുക, ഒരു ബണ്ടിലൂടെ ഓർഡർ ചെയ്യണം. സച്ചിനായിട്ട് പിന്നെ നല്ല പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഇരുന്നിട്ട് വെറുക്കാനൊന്നും പറ്റൂലല്ലോ. 300 എത്ര. ഇന്ന് ഫുൾ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചാട്ടോ. ഈ ബീൻ ബാഗ് എന്ന് അറിയാത്ത സങ്കടത്തിൽ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. നാളെ കാണാൻ. ടാറ്റാ, ബൈ, സീ യു.